ഒരാൾ നമ്മെ ഒരു ജോലി ഏൽപ്പിച്ചു എന്ന് കരുതുക. അത് കൃത്യമായും പെർഫെക്റ്റായും ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ ജോലി തന്ന വ്യക്തി നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അതുപോലെ തന്ന ജോലിയെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവും ഉണ്ടായിരിക്കണം, അല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ നമ്മയെല്ലാം ഒരു ജോലി ചെയ്തു തീർത്ത് തിരിച്ചു ചെല്ലാനായി അയച്ചതല്ലേ നമ്മുടെ സൃഷ്ടാവ്. എന്താണ് ജോലി? അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. എന്താണ് ഇബാദത്ത് എന്നൊരു വ്യക്തതയും അത് നൽകിയ സൃഷ്ടാവ് നമുക്ക് ആരാണ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഹൃദയത്തിൽ എന്ത് സ്ഥാനമാണ് നാം നൽകിയിട്ടുള്ളത്, എത്രത്തോളം പരിഗണന നാം നൽകിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം ഒരു വിശകലനം നടത്തേണ്ടതില്ലേ ശരിക്കും? എന്നാലല്ലേ ആ ജോലി പെർഫെക്റ്റ് ആയി ചെയ്ത് അവനിലേക്ക് തിരിച്ചു പോകാനാവൂ. ഒരു നാൾ എന്തായാലും മടങ്ങണം. അതെന്നാണെന്നുള്ളത് ഒരു നിശ്ചയവുമില്ല. എന്നാൽ നമുക്കാർക്കെങ്കിലും ആ ജോലിയിൽ ആത്മാർത്ഥമായി മുഴുകാൻ കഴിയുന്നുണ്ടോ? എങ്ങനെയെങ്കിലും ആ ജോലി പൂർത്തിയാക്കിയിട്ട് കാര്യമില്ലല്ലോ. മനസ്സും ശരീരവും മാത്രം ഇൻവോൾവ് ആയി ചെയ്യുന്ന ഒരു കാര്യം അത് വെറും അനുഷ്ഠാനം മാത്രമേ ആകുന്നുള്ളൂ. അതായത് റിച്വൽ. അതിനെ സ്പിരിച്വൽ ആകണമെങ്കിൽ സ്പിരിറ്റ് അഥവാ നമ്മുടെ ആത്മാവ് കൂടി അതിലേക്ക് ചേരണം. ആത്മാവിൻ്റെ തലം അനുഭവത്തിൻ്റെതാണ്, കാഴ്ചയുടെയോ കേൾവിയുടെയോ അല്ല. ആത്മാവ് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏത് കാര്യവും നമുക്ക് ആസ്വാദനം നൽകുന്നുണ്ട്. സൃഷ്ടാവിന് വേണ്ടി ആസ്വദിച്ച് ചെയ്യാനാകുന്ന ഏത് കാര്യവും ഇബാദത്താണ്. ഈ ആസ്വാദനം എപ്പോഴാണ് ലഭിക്കുന്നത്? അറിവ് നേടിയത് കൊണ്ട് മാത്രം ആസ്വാദനം ലഭിക്കണമെന്നില്ല. സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവുകൾ ഒരുപാട് നേടിയിട്ടുണ്ടാകാം. അതിനെ നമ്മുടെ അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതവുമായി അതിനെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നേടിയ അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നാം എത്തുന്ന ഒരു അനുഭവ തലത്തിലുള്ള ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്നതാണ് ശരിയായ ഇബാദത്ത്. അവിടെയാണ് ആസ്വാദനം ലഭിക്കുന്നത്.